ഉപതെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിനിടെ പാർട്ടിയെ വെട്ടിലാക്കിയുള്ള ഡോക്ടർ ശശി തരൂർ എംപിയുടെ പ്രതികരണത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അതൃപ്തി. തന്നെ പ്രചാരണത്തിന് ക്ഷണിച്ചില്ലെന്ന് തെരഞ്ഞെടുപ്പ് ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ചില താൽപര്യങ്ങളുടെ പേരിലാണെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് അഭിപ്രായമുണ്ട്. ശശി തരൂരിന്റെ വിമർശനങ്ങളെ അവഗണിക്കാനാണ് നേതാക്കളുടെ തീരുമാനം. മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. മനീഷ്, ഈ വോട്ടെടുപ്പ് ദിവസം തന്നെ ഇങ്ങനെയൊരു അതൃപ്തി തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ശശി തരൂരിന്റെ പ്രതികരണം അത് അനവസരത്തിലായിപ്പോയി, പാർട്ടിക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കുന്നതായി എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ഉയരുന്നത്. ഈ താരപ്രചാരകരുടെ പട്ടികയിൽ തരൂരിന്റെ പേര് ഉൾപ്പെട്ടിരുന്നു എന്ന വാദമുയർത്തിയാണോ ഇപ്പോൾ നേതാക്കളുടെ പ്രതിരോധം? മനീഷ്, സംസ്ഥാന കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഒരുപോലെ അനഭിമതനായിട്ടുള്ള ശശി തരൂർ ഇന്നലെ നടത്തിയ നീക്കം മനഃപൂർവ്വം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ അദ്ദേഹം നിലമ്പൂരിന്റെ പ്രചരണ ഘട്ടത്തിൽ ഒരു ദിവസം പോലും അങ്ങോട്ടേക്ക് എത്താതിരുന്ന ശശി തരൂർ എന്തിനാണ് തെരഞ്ഞെടുപ്പ് ദിവസം തന്നെ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് തന്നെ നിലമ്പൂരിലേക്ക് നേതാക്കൾ ആരും ക്ഷണിച്ചിരുന്നില്ല. തിരുവനന്തപുരത്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ അവിടെ എത്തി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയല്ലോ. പക്ഷെ തനിക്ക് ഒരു മിസ്ഡ് കോൾ പോലും ആരും നൽകിയില്ല, തന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചില്ല എന്നുള്ള വലിയ പരാതി പരസ്യപ്പെടുത്തുകയായിരുന്നു ശശി തരൂർ പറഞ്ഞത്. പക്ഷേ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയും, അത് പരസ്യപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞെങ്കിൽ കൂടി ACC വർക്കിംഗ് കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒരു മുതിർന്ന നേതാവ് ഇങ്ങനെ പരസ്യ മധ്യത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ദിവസം നടത്തുന്ന പരാമർശങ്ങൾ തെരഞ്ഞെടുപ്പിനെ പോലും ബാധിക്കുന്നു എന്നുള്ള ഒരു കണക്കുകൂട്ടലാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. നിരന്തരമായി അദ്ദേഹം നടത്തുന്ന സംസ്ഥാന കേന്ദ്ര നേതൃത്വത്തിന് പുകഴ്ത്തൽ, പ്രത്യേകിച്ചും ഇടത് സർക്കാരിനെ പറ്റിയുള്ള പുകഴ്ത്തലാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥപ്പെടുത്തിയത്. പിന്നീട് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നിരന്തരമായി നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നടത്തുന്ന പ്രശംസയൊക്കെ തന്നെ പാർട്ടിയെ വലിയ രീതിയിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ശശി തരൂർ ഈ രീതിയിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്ത് വന്നത്. അതിനുള്ളിൽ പാർട്ടിയിലെ സാധാരണ അംഗങ്ങൾക്ക് മുതൽ വലിയ നേതാക്കൾക്ക് വരെ വലിയ വികാരം തരൂരിനെതിരെ ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായ കാര്യമാണ്. പക്ഷേ നിലവിൽ തരൂരിനെതിരെ ഒരു നടപടിക്ക് മുതിരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വിധി വന്നതിന് ശേഷം ശശി തരൂരിനെ പാർട്ടിക്കുള്ളിൽ തന്നെ തുടരണോ അല്ലെങ്കിൽ ശശി തരൂരിനെ പുറത്താക്കണോ, മറ്റെന്തെങ്കിലും നടപടി എടുക്കണമോ എന്നുള്ള കാര്യത്തിൽ വളരെ ഗൗരവമായ ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. ഈ ഘട്ടത്തിൽ തരൂരിനെ പക്ഷെ പുറത്താക്കിയാൽ അത് പാർട്ടിക്ക് തന്നെ വലിയ തിരിച്ചടിയാകും. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ മുതിർന്ന സ്ഥാനം വഹിക്കുന്നുണ്ട്, ഒപ്പം തന്നെ തിരുവനന്തപുരം MP ആണ്. ഏതെങ്കിലും ഒരു കാരണവശാൽ തരൂർ പാർട്ടിക്ക് പുറത്തു വന്നാൽ ഒരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാധ്യത തിരുവനന്തപുരത്ത് ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ ശശി തരൂർ തന്നെ തിരുവനന്തപുരത്ത് ജയിച്ചത് വളരെ കുറഞ്ഞ ശതമാനം വോട്ടുകൾക്കാണ്. അത് നിലവിലത്തെ BJPയുടെ സംസ്ഥാന അധ്യക്ഷന് രാജീവ് ചന്ദ്രശേഖരന് വിജയിക്കാനുള്ള സാധ്യത, അതിനുള്ള വഴി തുറന്നു കൊടുക്കലാകും. അതുകൊണ്ട് തന്നെ ശശി തരൂരിന് ഇത്തരത്തിലുള്ള നീക്കം, പ്രത്യേകിച്ചും ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ചില സമിതികളിലൊക്കെ തന്നെ ശശി തരൂർ അംഗമായി വിദേശ പര്യടനമൊക്കെ തന്നെ നടത്തുന്നതിൽ പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. ശശി തരൂരിന്റെ ഓരോ നീക്കങ്ങൾക്ക് പിന്നിലും വ്യക്തമായ അജണ്ട ഉണ്ടെന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും ഒരുപോലെ തന്നെ അതിനെ കണക്കുകൂട്ടി അല്ലെങ്കിൽ ആ രീതിയിൽ കാണുന്നത്. അതുകൊണ്ട് ശശി തരൂർ വീണ്ടും കോൺഗ്രസിനുള്ളിൽ ചൂടേറിയ ചർച്ചയായ ഒരു സമയത്ത് എന്ത് തരം നടപടിയായിരിക്കും ശശി തരൂരിനെതിരെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുക എന്നാണ് നോക്കിക്കാണേണ്ടത്. ശരി, മനീഷ് മഹിബാലാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.